വന്നവരെല്ലാം ഇരുട്ടത്തായിരുന്നു. ഒരെണ്ണത്തിന് വെളിച്ചത്ത് കണ്ടില്ല. ഈ മാനം മര്യാദ ഇല്ലാത്തേക്ക് എവിടെയാ രാവും പകലും? നിൽക്കൂ. എവിടേക്കാ? അടുത്തെങ്ങും പരിചയക്കാരോ ബന്ധുക്കളോ ഇല്ലല്ലോ. കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. രാജഗോപാൽ പറഞ്ഞു. ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നീ തനിച്ചെങ്ങനെ ജീവിക്കും? എനിക്കിനി ജീവിക്കണ്ട. ഓഹോ, അപ്പോൾ മരിക്കാനാണ് ശ്രമമല്ലേ? ആത്മഹത്യ എളുപ്പമാണ്, ഇവിടെ ജീവിക്കാനാണ് പ്രയാസം. ഇഷ്ടപ്പെട്ട പുരുഷനുമൊത്ത് ഒളിച്ചോടാൻ ധൈര്യം കാണിച്ച നീ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ഭീരുത്വമല്ലേ? അതും നിന്നെ വഞ്ചിച്ച ആ ചെറുപ്പക്കാരനെ ചൊല്ലി നീ സ്വയം നശിക്കുന്നതിൽ എന്താണ് അർത്ഥം? കഴിയുമെങ്കിൽ അവനോടുള്ള പ്രതികാരം എന്നോണം ജീവിക്കും. ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമാണ്. വരൂ. ജീവിക്കാനുള്ള പ്രതികാര ബുദ്ധി മാത്രം എന്നിൽ ശേഷിച്ചു. എന്നെ നശിപ്പിച്ച പുരുഷനോടുള്ള പകയായിരിക്കാം അതിന് കാരണം. ആ വലിയ വീട്ടിൽ എനിക്ക് അഭയം തന്ന മനുഷ്യനോട് ആദ്യം എനിക്ക് വെറുപ്പ് തോന്നി. കൂടെ കൂടെ അദ്ദേഹത്തിന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. കുടിച്ച് സ്വയം നശിക്കുന്ന ആ മനുഷ്യനോട് എനിക്ക് സഹതാപം തോന്നി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നിന്റെ ജീവിതം നശിപ്പിച്ചവനാണ് ഞാൻ. ഇപ്പോ എന്റെ ജീവൻ രക്ഷിക്കാൻ നീ തന്നെ വേണ്ടി വന്നു. അധിക നാൾ ഈ ജീവൻ നിലനിൽക്കയില്ല. എന്റെ നാളുകൾ എണ്ണപ്പെട്ടതാണ്. വേണ്ട, ഡോക്ടറല്ലേ വിളിക്കാൻ പോകുന്നത്. അവരുടെ കയ്യിൽ എനിക്ക് തരാൻ മരുന്നുകളൊന്നുമില്ല, ഉപദേശങ്ങളേ ഉള്ളൂ. മദ്യം വിഷമാണ്, കുടിക്കരുത് എന്ന്. മരവിച്ച ഈ ചുറ്റുപാടിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ എനിക്ക് കുടിക്കാതെ വയ്യ. അരുത്. നിന്നെ ഞാൻ അനുസരിക്കാം. പകരം എന്റെ ഒരു അപേക്ഷ നീ സ്വീകരിക്കുമെങ്കിൽ ഒരിക്കലും എന്നെ വിട്ടു പോകില്ലെന്ന് നീ വാക്ക് തരണം.
ഇങ്ങനെ പേടിച്ചാലോ? പിടിക്കേ, ആ കൈ അവിടെ വയ്ക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തിനാണ് ഇതെന്നെ കാണിക്കുന്നത്? മരിച്ചുപോയ എന്റെ ഭാര്യയുടെ ആഭരണങ്ങളാണ് ഇതൊക്കെ. ഇന്നു മുതൽ നീ ഇതണിയണം. എനിക്കിത് ചേരില്ലല്ലോ. ചേർന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് എനിക്ക് എന്റെ മകളുടെ സമ്മതം വാങ്ങണം. ശാന്തിയോട് ഒരിക്കലും നിനക്ക് വിരോധം തോന്നരുത്. എന്റെ ഭാര്യയുടെ മരണശേഷം എനിക്ക് എന്റെ മകളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹക്കുറവ് കൊണ്ടല്ല, ഈ മുറിക്കകത്തെ എന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഇനി നീ വേണം എന്റെ മകൾക്ക് ഒരച്ഛന്റെ സ്നേഹവും ഒരമ്മയുടെ ലാളനയും നൽകാൻ. ആ ഷെൽഫിൽ എന്റെ ഉസ്യത്തിന്റെ ഒരു പകർപ്പുണ്ട്, അതിങ്ങോട്ടെടുക്കും. എന്തിനാണ്? അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നിനക്കറിയണ്ടേ? ഞാൻ മരിച്ചാൽ ഈ വീടിന്റെ എസ്റ്റേറ്റിന്റെ അവകാശം എന്റെ മകളുടെ പേർക്കാണ്. കമ്പനിയുടെ പാതിയോളം ഷെയറുകൾ നിന്റെ പേർക്കും. എനിക്കെന്തിനാണ്? എന്റെ തൃപ്തിക്ക് വേണ്ടി നീ ഇത് സ്വീകരിക്കണം. ശാന്തിക്ക് പ്രായപൂർത്തിയാകുന്നവരെ ഈ സ്വത്തുക്കൾ നോക്കി നടക്കേണ്ട ഭാരം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ജയന്തി എനിക്ക് വിശ്വാസമാണ്. എന്നാലും നീ എനിക്ക് ഉറപ്പു തരൂ, എന്റെ മകളെ ഒരിക്കലും ദ്രോഹിക്കുകയില്ലെന്നും അവളെ നീ ഒരു അമ്മയെപ്പോലെ സ്നേഹിക്കുമെന്നും സത്യം ചെയ്ത് പറയൂ. നിങ്ങൾ സങ്കടപ്പെടരുത്. ശാന്തി എന്റെ മകളാണ്. അദ്ദേഹത്തിന്റെ മരണം പെട്ടെന്നായിരുന്നു. അതിന്റെ നടുക്കമാവണം ശാന്തിയെ രോഗിയാക്കിയത്. ഡോക്ടർ, ശാന്തിക്ക് ഒരു സമാധാനം കാണുന്നില്ലല്ലോ. ഡോക്ടർ, എന്റെ മോളുടെ അസുഖം മാറ്റിയെടുക്കാൻ എത്ര പണം ചെലവാക്കാനും എവിടെ കൊണ്ടുപോകാനും ഞാൻ തയ്യാറാണ്. പണം ചിലവാക്കിയതുകൊണ്ട് മാത്രം മാറ്റിയെടുക്കാവുന്ന ഒരു രോഗമല്ലത്. പിന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ മറ്റൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണും. നോനോ, ഡോക്ടറിനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്റെ വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. എന്റെ നിഗമനത്തിൽ സ്കിസോഫേനിയ എന്ന മാനസിക രോഗമാണ്. ഭയമാണ് കാരണം. പെട്ടെന്ന് വൈൽഡായെന്ന് വരും. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള വാസന പോലെ തന്നെ സ്വയം നശിപ്പിക്കാനുള്ള പ്രേരണയും ഈ രോഗികൾ കാണും. ഡോക്ടർ പറയുന്നത് ശാന്തിയെ പുറത്തേക്ക് എങ്ങും അയക്കരുത്. അവൾ സ്വന്തം ജീവൻ തന്നെ അപകടപ്പെടുത്തിയെന്ന് വരും. സൂക്ഷിക്കണം. ഡെക്കിൽ നിന്ന് സൂട്ട് കേസ് എടുത്തോണ്ട് പറഞ്ഞു കേട്ടില്ലേ? എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? ആ, എവിടെയാ നിന്റെ ബെഡ്റൂം? എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചാൽ പോകുന്ന അഴുക്കല്ലല്ലോ നിങ്ങളുടെ ശരീരത്തിൽ, മനസ്സിലും. ജയന്തി, ഗെറ്റ് ഔട്ട്. ഹലോ രാജഗോപാൽ, വരൂ. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം. അന്ന് പോയതിൽ പിന്നെ ഞാനിതുവരെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ. അതിന്റെ പരിഭവമാണ്. അല്ല, വീരയനോ? പഴയ താപ്പന്മാരെല്ലാം ഉണ്ടല്ലോ. സംശയിക്കണ്ട. ഇത് വില കൊടുത്ത് വാങ്ങിച്ചതാണ്, മോഷ്ടിച്ചതല്ല. ആ മിസ്റ്റർ രാജഗോപാൽ, നിങ്ങൾ എപ്പോഴും പഴയ തസ്തികയിൽ തന്നെയല്ലേ? അതെ. എന്റെ ഭാര്യ മാനേജിംഗ് ഡയറക്ടറാണ്. ഐ സി. കൺഗ്രാചുലേഷൻസ്. എവിടെ വെക്കണം? നിന്റെ യജമാനത്തിന്റെ മുറി കൊണ്ടുപോയി ചെല്ലടാ.
മിസ്റ്റർ രാജഗോപാൽ, നിങ്ങൾ MD-യെ എന്റെ ഭാര്യയെ കാണാൻ വന്നതല്ലേ? അധികം താമസിക്കരുത്. ഞങ്ങൾ ഭാര്യ ഭർത്തക്കന്മാർ വളരെ കാലത്തിന് ശേഷം കാണുകയാണ്. പലതും സംസാരിക്കാനുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഗോപി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് ഞാൻ കരുതിയത്. അയാളിവിടെ താമസിച്ച കുഴപ്പമോ? അയാൾ ഇവിടെ താമസിക്കില്ല. പിന്നെ ഇറക്കി വിടാനോ? നിങ്ങൾക്കെന്ത് കഴിയുമോ? ഇല്ലെങ്കിൽ ആ കാര്യം എന്നെ ഏൽപ്പിക്കും. വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. എടാ, ബ്രാൻഡിയോ വിസ്കിയോ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ആ, നീ വന്നോ? രാജഗോപാൽ ബുദ്ധിയുള്ളവന്. എന്താണ് നോക്കിയിരിക്കുന്നത്? പറയുകയില്ലേ? പോ. ജയന്തി, നിന്നെ തൊടാനും തലോടുവാനുമാണ് ഞാൻ വന്നത്. അതിനുള്ള അധികാരം എനിക്കില്ലേ? ഈ മുറിക്കകത്ത് കാലെടുത്ത് വെക്കാൻ പോലും നിങ്ങൾക്ക് അധികാരമില്ല. മര്യാദയ്ക്കിറങ്ങി പോകുന്നതാണ് നല്ലത്. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്? അതോ നിന്റെ ഇന്നത്തെ പദവിയോടൊപ്പം ഇവിടെ കഴിയാനുള്ള യോഗ്യത എനിക്കില്ലെന്നാണ്? നിങ്ങളുടെ യോഗ്യത എന്നെ ഓർമ്മപ്പെടുത്തരുത്. നീ ഓർക്കണം, എന്റെ സഹായമില്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ ഐശ്വര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ഐശ്വര്യം? ഒരു ഭാര്യയുടെ ഐശ്വര്യം അവളുടെ ഭർത്താവാണ്. ആ ഭർത്താവാണ് ഞാൻ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ. അദ്ദേഹം എന്നെ മരിച്ചു. എന്നിട്ട് ഞാൻ ഈ താലി അഴിച്ചു മാറ്റാത്തത് എന്തുകൊണ്ടാണെന്നോ? എന്റെ ഭർത്താവ് എന്നോട് ചെയ്തിട്ടുള്ള വൃത്തികേടുകൾ ഓർക്കാൻ, ആ മനുഷ്യനോടുള്ള പകയോടെ ജീവിക്കാൻ, അയാളെ ഒരു പുഴുത്ത പട്ടിയെ പോലെ വെറുക്കാൻ. എന്താ നീ പറഞ്ഞത്? പുഴുത്ത പട്ടിയെന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. എന്നെ എതിർത്താൽ കൊന്നുകളയും ഞാൻ. വെക്കിവിടെ. എടാ, എന്നാൽ എന്തുണ്ട്? ഇറച്ചിയോ മീനോ? ഇവിടെ ഒന്നും ഇരിപ്പില്ല. പോയി വാങ്ങിച്ചോട്ട് വാ. പെട്ടെന്ന് വേണം, ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും. എന്നെ പേടിപ്പിക്കാനാണോ നീ തോക്കെടുത്തത്? അതിന്റെ കാഞ്ചി വലിക്കാൻ നിനക്കറിയാമോ? ഇങ്ങ് തരൂ, ഞാൻ കാണിച്ചു തരാം. അടുത്ത് വരരുത്. എവിടെ പോകാൻ? എന്റെ ഭാര്യ ഇവിടെ തനിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തിന് തെരുവേശികൾ അന്വേഷിച്ചു പോണം? വരൂ. നിൽക്കൂ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ ആ തോക്കിങ്ങ് തരൂ. ഭയപ്പെടണ്ട, ഈ വീട്ടിൽ മറ്റാരും അറിയില്ല. വിനയൻ, നിങ്ങൾക്കൊരു പാപചിന്തയും വേണ്ട. ഇവൻ ഇങ്ങനെ തന്നെ ചാകണം. ഒരു നല്ല ശവദാഹം പോലും ഇവൻ അർഹിക്കുന്നില്ല. വിനയൻ,
മണ്ണോ തീയോ വെള്ളമോ ഏതായാലും ഇരുട്ടത്തെ അടക്കം ചെയ്യാനൊക്കും.